ചെയ്തോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു RC കാറാണ് ഗൈസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ് താമസിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മളപ്പം ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ആക്സിൽ, അതായത് ഹൗസിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗിയറൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബോഡി ഉണ്ടാക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മളൊരു പഴയ വണ്ടിക്കകത്ത് നിന്ന് അതിൻ്റെ സർക്യൂട്ട് ബോർഡ് അയച്ചെടുത്തതാണ്. അപ്പോൾ ഞാനൊരു ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഊരിയെടുത്ത ബോർഡ്. പിന്നെ നമ്മൾ വെച്ച ബാറ്ററി ഇച്ചിരി പവർ കുറഞ്ഞ ബാറ്ററിയാണ്. അതായത് ഈ ബോർഡിന് സ്പെസിഫൈഡ് ചെയ്തേക്കുന്നതിനേക്കാളും 1.1 വോട്ട് കുറഞ്ഞ ബാറ്ററിയാണ്. അതുകൊണ്ട് പിന്നെ അത് ഫുൾ ചാർജ് അല്ലാത്തതുകൊണ്ട് ഒരു ഫുൾ പെർഫോമൻസ് അതിൻ്റെ നമുക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം കാണാൻ പറ്റിയില്ല. അതാണ് ഇച്ചിരി സ്ലോ ആയിട്ട് പോയത്. പിന്നെ വയറിംഗ് ഒക്കെ അതായത് പഴയ സർക്യൂട്ടിന് എടുത്ത പോലെ തന്നെ ഇതിലും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ RC വണ്ടിയുടെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ഒരു പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുക. അപ്പം ചിലർക്ക് ഇതിനൊക്കെ നല്ലൊരു ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു നമ്മൾ ചെയ്തതിനൊരു ഗുമ്മ് കിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാനിതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഡിസൈൻ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, പിന്നെ കണ്ടോ, ഇതെല്ലാം നമ്മുടെ കാർഡ്ബോർഡാണ്. ഈ സ്പോയിലറും ഇതൊക്കെ നമ്മൾ കാർഡ്ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സ്പോയിലറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ PVC പൈപ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് PVC ഷീറ്റ് ആക്കാമെന്ന്. അപ്പോൾ ആ PVC ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് സപ്പോർട്ട് വെച്ചേക്കുന്നത്. കാരണം ഇത് നല്ല ബലം വേണം, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആക്സിലൊക്കെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ടർണിങ് മെക്കാനിസം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വണ്ടി വളയ്ക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാം. ഓക്കെ,
സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.